ഹരിത, ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകണം, അതിനുവേണ്ടി ആരെയൊക്കെ കാണണം, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിക്കണമെന്നുള്ളത് തന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ബിക്കോസ് എന്റെ ഭാര്യയുടെ നേരെ കൈ ചൂണ്ടിയത് താനാണ്. ഓക്കെ? അളിയന് അടുത്തൊരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലെ അടുത്ത പൊട്ടിത്തെറി ഇതിന്റെ പേരിലായിരിക്കും. വിജയ് വെറുതെ ഇരിക്കെ. സൂര്യ പറഞ്ഞതിന് കാര്യമില്ലേ? എന്ത് കാര്യം? അവൻ നിശ്ചയിക്കുന്ന അനുസരിച്ചാണോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കാനുള്ളതാ. പത്മ, ലീവ് ഇറ്റ്. നമുക്കിപ്പോ സംസാരിക്കേണ്ടത് വിവാഹ നിശ്ചയത്തെ കുറിച്ചാണ്. എനിക്കിങ്ങനൊരു കാര്യം സംഭവിച്ചെന്ന് കരുതി ആ തീരുമാനം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഈ വീക്കിൽ തന്നെ വിവാഹ നിശ്ചയം നടത്തണം. ഡാഡി തിരക്ക് പിടിക്കണ്ട. ആദ്യം ഡാഡി ഒന്ന് പെർഫെക്റ്റ് ആയതിനു ശേഷം ഏട്ടനെ നോക്കാൻ നമ്മളിവിടെ എല്ലാവരും ഉണ്ടല്ലോ രഞ്ജിത്ത്. പിന്നെ എന്തിനാ ചടങ്ങ് മാറ്റി വെക്കുന്നത്? ഏട്ടൻ പറഞ്ഞതുപോലെ ഈ ആഴ്ച തന്നെ നമ്മൾ വിവാഹ നിശ്ചയം നടത്തുന്നു. ഹലോ സൂര്യ, ആർക്കെങ്കിലും ഫോൺ ചെയ്യാനോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ വേണ്ടി മാറുന്നതാണോ? ഏയ്, അങ്ങനൊന്നുമില്ല. അല്ല, തൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഞാൻ ഇടപെടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രഞ്ജിത്തിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഫ് കോഴ്സ് സൂര്യ, അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആവാനിടയായ സാഹചര്യം അത് ആരെയെങ്കിലും കുറ്റപ്പെടുത്താനാണെങ്കിൽ അത് വേണ്ട. എനിക്കത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. എടോ, താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ ഒരു വിഷയം മനസ്സിൽ നിന്ന് വിട്ടുകളയണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അതൊരു അനാവശ്യ തർക്കം തന്നെയായിരുന്നു. അത് ചുമ്മാ വളർത്തി അങ്ങ് വലുതാക്കി. രഞ്ജിത്ത്, ഈ വീട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെയാണ്. എന്ത് സംഭവിച്ചാലും ചിലരത് ഉപയോഗിച്ച് നന്ദിനിക്കെതിരെ തിരിയും. ഐ എം റിയലി സോറി സൂര്യ. സൂര്യ, ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഓ, ഭാഗ്യം. ദെൻ സൂര്യ അല്പം ടെൻഷനാണല്ലോ. ആവാം. എന്റെ ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങൾ എന്നെ കൂടി ബാധിക്കുന്നതാണല്ലോ. അല്ല, സാധാരണ ടെൻഷൻ വരുമ്പോ എങ്ങനെ അതിന്റെ റിലാക്സിങ്? അതിനെനിക്ക് പല വഴികളുണ്ട്. മുമ്പ് ഞാൻ മദ്യപാനിയായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുമായിട്ടങ്ങ് സംസാരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നന്ദിനിയല്ലേ? തീർച്ചയായിട്ടും എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്നെ കൃത്യമായിട്ട് പരിഗണിക്കുന്നത് അച്ഛനും നന്ദിനിയുമാണ്. സൂര്യ, ഞാനിവിടെ വന്നിട്ട് ദിവസങ്ങളായല്ലോ. ഇതിനിടയിൽ അതൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം നമുക്കൊന്ന് റിലാക്സ് ആയാലോ? എങ്ങനെ? ജസ്റ്റ് വെയിറ്റ്, ഞാനിപ്പോ വരാം. അല്ല, എന്താ തന്റെ ഉദ്ദേശം എന്ന് തെളിച്ചങ്ങ് പറ. എടോ, താൻ കുറച്ച് ടെൻഷനിലാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നതിന്റെ പേരിൽ എനിക്കുണ്ട് കുറച്ച് ടെൻഷൻ. അപ്പോ ടോട്ടലി അതങ്ങ് കളഞ്ഞാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും താരൊന്ന് വെയിറ്റ് ചെയ്യ്. ഐ വിൽ കം ബാക്ക്.
രാജേട്ടാ. എന്താ മോളെ? സൂര്യ സാർ എവിടെ നന്ദിനി മോളെ? ആ സൂര്യ സാറേ ടെറസിലുണ്ട്. ടെറസിലാ? അവിടെ എന്താ? സൂര്യ സാറ് മാത്രല്ല രഞ്ജിത്ത് സാറും ഉണ്ട് അവിടെ. അത് പറ.